സംരംഭകരാവാൻ താല്പര്യമുള്ള ആളുകൾ മുൻപോട്ട് വരുമ്പോൾ അവരെ സംരംഭകരാക്കുക, അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നഗരസഭയിലും പുറത്തുമൊക്കെ വിൽക്കാൻ സഹായിക്കുക. ഓരോ കൂട്ടുകളും അതിൻ്റെ യഥാർത്ഥ അളവിൽ ചേരുമ്പോഴാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് ആ ക്ലാസ്സിലൂടെ മനസ്സിലായി. വനിതകൾക്ക് എങ്ങനെ മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ സംരംഭം കൊണ്ടു നടക്കാം എന്നുള്ളതിന് വരെ സാറ് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മൾ പാഴാക്കി കളയുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്, അതിനെയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ദീർഘകാലം ഉപയോഗപ്രദമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ചെറുകിട സംരംഭകരെ കണ്ടെത്തി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ പെരിന്തൽമണ്ണ നഗരസഭയുടെ ഭക്ഷ്യോൽപ്പന്ന പരിശീലന ക്യാമ്പ് 40 പേരടങ്ങുന്ന ആദ്യ യൂണിറ്റിനാണ് പരിശീലനം നൽകുന്നത്. വനിതകൾക്കായി 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നഗരസഭാ ഹാളിൽ നടന്നുവരുന്നത്. സംരംഭകർ നിർമ്മിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ നഗരസഭയുടെ എല്ലാ സഹായവും ഉണ്ടാവുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതി നവസംരംഭകരെ കണ്ടെത്തി ആവശ്യമായ പരിശീലനം നൽകി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ചെറുകിട സംരംഭങ്ങൾക്ക് എല്ലാ സഹായവും നഗരസഭ ഉറപ്പു നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നതിനായി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംരംഭകരാവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 40 പേരടങ്ങുന്ന ആദ്യ യൂണിറ്റിനാണ് നഗരസഭാ ഹാളിൽ പരിശീലനം നൽകി വരുന്നത്. അച്ചാർ, സ്ക്വാഷ്, കറി പൗഡർ, ജാം തുടങ്ങിയ വിപണി കണ്ടെത്താൻ എളുപ്പമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ JSS നിലമ്പൂരിലെ ബിനുരാജാണ് വനിതകൾക്ക് പരിശീലനം നൽകുന്നത്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പുറമെ മറ്റുള്ളവർക്കും തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കുന്നു. ചെറുകിട സംരംഭകരെ കണ്ടെത്തി അവർക്കാവശ്യമായ പരിശീലനം നൽകി കൂടുതൽ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തുകയാണ് പരിശീലന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും വനിതാ സംരംഭകർ നിർമ്മിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ എല്ലാ സഹായവും നൽകുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് പരിശീലനം നടക്കുന്നത്. അതിൽ വിവിധ കറി പൗഡറുകളുണ്ട്, ജാമുണ്ട്, സ്കോഷ് ഉണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ നിരവധി വ്യത്യസ്തമായ വിവിധ ഉൽപ്പന്നങ്ങളാണ് നിർമ്മാണത്തിന് പരിശീലനം നടക്കുന്നത്. ഇതൊക്കെ നാളെ ഈ പരിശീലനം നേടി ഇതിൽ നിന്ന് സംരംഭകരാവാൻ താല്പര്യമുള്ള ആളുകൾ മുൻപോട്ട് വരുമ്പോൾ അവരെ സംരംഭകരാക്കുക, അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നഗരസഭയിലും പുറത്തുമൊക്കെ വിൽക്കാൻ സഹായിക്കുക. അങ്ങനെ നഗരസഭയിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ, അതേപോലെ തന്നെ സംരംഭം ഒക്കെ തുടങ്ങാൻ ആവശ്യമായ പിന്തുണ കൊടുക്കുക എന്നാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. സംരംഭകരെ കണ്ടെത്താൻ നഗരസഭ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തയ്യൽ യൂണിറ്റ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം തുടങ്ങിയവയിലും പരിശീലനം നൽകും. പിന്നോക്കാവസ്ഥയിലുള്ള വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നതെന്ന് JSS നിലമ്പൂരിലെ ബിനുരാജ് പറഞ്ഞു. വീട്ടിൽ നമ്മൾ പാഴാക്കി കളയുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പാഴാക്കി കളയുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്, അതിനെയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ദീർഘകാലം ഉപയോഗപ്രദമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ സീസൺ ആവുന്നേ ഉള്ളൂ. ഇനി ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക. നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് ചക്ക. ആ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് പകുതിയിലധികം പാഴായി പോകുന്നു എന്നുള്ളതാണ്. ഈ പാഴായി പോകുന്നതിനെ പാഴാക്കാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു പരിശീലനമാണ് ജനശിക്ഷ സംസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നടപ്പാക്കുന്ന ജനശിക്ഷക് സംസ്ഥാന്റെ ഭാഗമായാണ് വീട്ടിലിരുന്നും വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിശീലനം നൽകി വരുന്നത്. വീടുകളിൽ പാഴാക്കുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ചക്ക തുടങ്ങിയവ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വനിതകൾക്ക് ക്യാമ്പിൽ പരിശീലനം നൽകുന്നുണ്ട്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാർ ചെയ്യുന്നതിൽ പുതിയ ആശയങ്ങളും അറിവും നേടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ക്യാമ്പിൽ പങ്കെടുത്ത വനിതകൾ. ഞങ്ങൾ ഇത്ര കാലം പാചകം ചെയ്തതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഓരോന്നിൻ്റെയും കൂട്ടിന് അതിൻ്റേതായ അളവുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ
ഓരോ കൂട്ടുകളും അതിൻ്റെ യഥാർത്ഥ അളവിൽ ചേരുമ്പോഴാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് ആ ക്ലാസ്സിലൂടെ മനസ്സിലായി. വിനി സാറ് അത് ഞങ്ങൾക്ക് പ്രത്യേകം വളരെ സൗമ്യമായിട്ടും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു സാറിൻ്റെത്. എല്ലാവരും വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും വിപണിയിലേക്ക് അതെങ്ങനെ കൊണ്ടുവരണം, അതിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് സംരംഭകരാകാം, വനിതകൾക്ക് എങ്ങനെ മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ സംരംഭം കൊണ്ടു നടക്കാം എന്നുള്ളതിന് വരെ സാറ് വ്യക്തമാക്കി തരുന്നുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും വളരെ സംതൃപ്തരാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും പുതിയ അറിവുകളായിട്ട് ഞങ്ങൾ ഇനി മുതൽക്കൂട്ടായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ നടത്തിവരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വനിതകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സഹായകരമാവുകയാണ്. ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലൂടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തിവരുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.